മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ പഴയ കെട്ടിടം പൊളിക്കാൻ ആരംഭിച്ചെങ്കിലും ആശുപത്രിക്ക് കൃത്യമായ ബദൽ സംവിധാനം ഒരുക്കിയില്ല എന്നുള്ള പരാതി ഉയരുകയാണ്. നിലവിൽ ബാക്കിയുള്ള കെട്ടിടത്തിൽ എല്ലാ വിഭാഗങ്ങളെയും കുത്തി നിറച്ചതോടെ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ താറുമാറായിരിക്കുകയാണ്. 116 പേർക്ക് കിടത്തി ചികിത്സാ സൗകര്യമുണ്ടായിരുന്നത് 23 ചുരുങ്ങിയതും പല സംവിധാനങ്ങളും പേരിന് മാത്രമായതും രോഗികൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്റെ ഈ പിറകിൽ കാണുന്നതാണ് മലപ്പുറത്ത് താലൂക്ക് ആശുപത്രിയുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കെട്ടിടം. അത്യാഹിത വിഭാഗം അടക്കം പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലാണ്. പക്ഷേ ഈ കെട്ടിടം അൺഫിറ്റ് ആയതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത് പൊളിച്ചു നീക്കാൻ ഉത്തരവിടുകയും ഇപ്പോൾ അതിന് പൊളിച്ചു നീക്കൽ പ്രവർത്തികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. 45 ദിവസത്തിനകം തന്നെ ഈ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉടലെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന രോഗികൾ അനുഭവിക്കുന്ന വലിയ ദുരിതമാണ്. കാരണം ഈ കെട്ടിടം പൊളിച്ചു നീക്കുമ്പോൾ ഇവിടെ പ്രവർത്തിച്ചിരുന്ന 100-ലധികം വരുന്ന ആളുകൾക്കുള്ള അഡ്മിഷൻ സൗകര്യം, അതുപോലെ തന്നെ അത്യാഹിത വിഭാഗം, രക്തബാങ്ക്, അതുപോലെ എക്സ്റേ ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഈ സംവിധാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഈ കെട്ടിടത്തിന് പിറകിൽ ഉണ്ടായിരുന്ന പുതിയ ബ്ലോക്കിലാണ്. സ്വാഭാവികമായും എല്ലാ സംവിധാനങ്ങളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതോടുകൂടി ഇവിടെ അതിനുള്ള സൗകര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. മാത്രമല്ല പലർക്കും ചികിത്സ നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് ഈ ആശുപത്രി സംരക്ഷണ സമിതിയൊക്കെ. എന്താണ് ഇപ്പോൾ നിലവിൽ ഈ ആശുപത്രി സാഹചര്യം? ഈ അടുത്ത് ഒരു 1.5 മാസം മുമ്പ് നഗരസഭാ ചെയർമാൻ പറഞ്ഞു 100 പേർക്ക് അഡ്മിഷൻ അടക്കം മലപ്പുറം ടൗണിൽ, കുന്നമ്മൽ ടൗണിൽ ഒരു ബിൽഡിങ്ങിലേക്ക് ഉടൻ മാറ്റി സ്ഥാപിക്കാനുള്ള ഫണ്ട് വരെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതുവരെ ആയിട്ട് ഒരു അഡ്മിഷൻ പോലും ബദൽ സംവിധാനം ഏർപ്പെടുത്തിയില്ല. മാത്രമല്ല നിലവിൽ ഈ വർക്ക് ചെയ്യുന്ന ഈ വളരെ കൺജസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ തന്നെ ബ്ലഡ് സ്റ്റോറേജ് അത് പണി പൂർത്തീകരിച്ചു കൊടുത്തില്ല. കത്തിപ്പോയ തിയേറ്റർ പണി പൂർത്തീകരിച്ചു കൊടുത്തില്ല. ആ കാരണങ്ങൾ കൊണ്ട് നിലവിലുള്ള ഒരു സർജറികളും, വളരെ അത്യാവശ്യമില്ലാത്ത എല്ലാ സർജറികളും ഇവിടുന്ന് മഞ്ചേരിക്കും കോഴിക്കോട്ടേക്കും വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ താലൂക്ക് ആശുപത്രിയിലെ അവസ്ഥ നഗരസഭാ ഭരണാധികാരികൾ കൊടും കാര്യസ്ഥ കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യം സംഭവിച്ചത്. 116 ബെഡുള്ള ഒരു ആശുപത്രിയാണിത്. ശരിക്കും ഒരു ഹോസ്പിറ്റല് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റി സ്ഥാപിക്കുമ്പോൾ ബദൽ സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തിട്ടാണ് മാറ്റി സ്ഥാപിക്കേണ്ടത്. ഇവിടെ നിലവിൽ ചെയ്തെന്താണ്, ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ ബിൽഡിങ് പൊളിക്കാൻ കൊടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ തുടങ്ങിയപ്പോൾ ഏതാനും മാസങ്ങൾക്കകം വരികയാണ്. എത്രയും പെട്ടെന്ന് ബദൽ സംവിധാനം ചെയർമാൻ പ്രഖ്യാപിച്ച ബിൽഡിങ്ങിലേക്ക് മാറ്റി സ്ഥാപിച്ച് ജനങ്ങളെ പ്രയാസത്തിന് അറുതി വരുത്തണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഇതുമൂലം ഉടലെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ആശുപത്രി സംരക്ഷണ സമിതി ഉന്നയിക്കുന്ന ആരോപണം. അടിയന്തരമായി നഗരസഭ ഇടപെട്ട് ഒരു ബദൽ സംവിധാനം ഒരുക്കുക എന്നതാണ് ഇത് ഏക പരിഹാരം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനി ഉണ്ടാവേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുപൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.